നീ ഇങ്ങനെ ഡോറ് കുറ്റിയിട്ടിരുന്ന ചിലപ്പോൾ നിനക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ പൂട്ടിയിട്ടിരിക്കായിരുന്നു. നീ എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്? ഇപ്പൊ നിന്റെ ഭാര്യയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. എന്റെ കണ്ണ, ഞാൻ പറഞ്ഞില്ലേ അവളൊരു 1.5 തേപ്പ് തേച്ചിട്ട് പോവൂന്ന്. ഇത് നിന്നെ തേച്ച് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് കളഞ്ഞോടാ. എന്ത് ചെയ്യാനാ, നമ്മൾ ഓരോരുത്തരെ വിശ്വസിക്കും, അവർ നമ്മളെ മനസ്സിലാക്കത്തുമില്ല. കണ്ണാ, അവള് വന്ന സമയത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാ അവൾ ആള് ശരിയല്ലാന്ന്. കല്യാണത്തിന് മുമ്പ് തന്നെ അവൾക്ക് ഒരുപാട് പ്രേമം ഉണ്ടായിരുന്നു. അവളെന്റെ കരണത്ത് തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതെന്തിനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ശുദ്ധ നുണയാ. അവളെ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാ ആ ദേഷ്യത്തിൽ അവൾ എന്റെ കരണത്തടിച്ചത്. അത് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ ഒട്ട് വിശ്വസിച്ചില്ല. ഇപ്പോഴ് എല്ലാം വിശ്വസിക്കേണ്ട അവസ്ഥയാ. ഇനിയിപ്പം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കണ്ണ. ഇനിയിപ്പൊ അവൾ ആരെങ്കിലും പ്രേമിച്ചെന്നിരിക്കട്ടെ, അവനുമായിട്ട് ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞെന്നും ഇരിക്കട്ടെ, അത് വന്ന് പറഞ്ഞാ പോലും നീ വിശ്വസിക്കില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പം ആരും പറയാതെ തന്നെ ഒരു തെളിവ് അവളുടെ വയറ്റിനകത്തുണ്ട്. ഇനിയിപ്പോ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഏതു നേരവും എന്റെ കൂടെ ആയിരുന്നു അവള്. പിന്നീട് ഇത് എപ്പോ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. 2 പേരെ നീ സംശയിച്ചാ മതി. മാർക്കോയുടെ പേര് പലരും പറയുന്നുണ്ട്. അവനെ തൽക്കാലം നീ ഇതിനകത്ത് വലിച്ചഴക്കണ്ട. നീ ശബരിമലയിൽ പോയപ്പം അവള് സാഗറിന്റെ വീട്ടിലായിരുന്നു. അതുപോലെ നിങ്ങൾ ടൂറ് പോയപ്പം നിങ്ങൾക്കൊപ്പം അനന്തു ഉണ്ടായിരുന്നു. ഒന്നുകിൽ അനന്തു, അതല്ലെങ്കിൽ സാഗർ. ദേ, 2-ൽ-1 പ്രതി. അത് അനന്തു ആവാനാണ് സാധ്യത കൂടുതൽ. എടാ, നിനക്കറിയാലോ ലേഖയുടെ കാര്യം. അവൾക്ക് കുഞ്ഞുങ്ങളെ ലാളിക്കാന്ന് വെച്ച ഒരു ഹരമാണ്. അതിനുവേണ്ടി ചിലപ്പം ഭർത്താവിന് ഭാര്യയും കൂട്ടുനിന്ന് കാണും. ഇവൻ എന്താ ഈ പറയുന്നേ? എന്റെ ചങ്ക ആനന്ദു. അവനെ പറ്റി ഇവൻ പറയുന്നൊക്കെ കേൾക്കുമ്പോ ഇവന്റെ കർണം അടിച്ച് പോക്കാൻ എനിക്ക് തോന്നുന്നേ. കണ്ണ, എടാ, നീ ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഈ 2 പേരിൽ ഒരാള് തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. പിന്നെ മാർക്കോടെ കാര്യമൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അവനോട് അവക്കൊരു പ്രത്യേക ആരാധന ഉണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ ഈ മാർക്കോയെ പ്രതാപൻ അങ്കിളും അങ്കിളിന്റെ വീട്ടുകാരും ഒക്കെ കണ്ട ദിവസം? അന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി. ആ ഗുണ്ടകളിൽ നിന്ന് മാർക്കോ രക്ഷിച്ചു കൊണ്ടുവന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊക്കെ അവൾ ഉണ്ടാക്കിയ കഥയാണെന്ന. പിന്നെ യഥാർത്ഥ കഥ എന്താ? യഥാർത്ഥ കഥ എന്താന്ന് വെച്ചാ അത് പ്രതാപനങ്ങളും അങ്കിളിന്റെ അമ്മയും പറഞ്ഞതാവാനാണ് സാധ്യത. അന്നേ ദിവസം രാത്രിയില് മാർക്കോയ്ക്കൊപ്പം അവൾ ഇറങ്ങിപ്പോക്കാണും. അതിനുശേഷം അവൻ തന്നെയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നാക്കിയത്. പിന്നെ അവിടെ നടന്നു എന്ന് പറയുന്നതൊക്കെ അവളുടെ മനസ്സിൽ ഉദിച്ച കഥകളാ. എന്നാലും ഇതുപോലെ കഥയുണ്ടാക്കുന്ന ഒരുത്തിയ മഹിയെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കണ്ണ, ഇപ്പോഴെങ്കിലും നീ അതറിഞ്ഞത് നന്നായി. ഇതൊന്നും അറിയാതെ സ്വത്തിന്റെ പാതി അവളുടെ പേര് എഴുതി വെച്ചല്ലോ മേഘ. ഇനിയിപ്പോ അതോർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന. ഇതുവരെ അവളെ എന്തെങ്കിലും ചെയ്താ അതിനേറ്റവും കൂടുതൽ എതിർത്തോണ്ടിരുന്നത് നീയാ. എന്നാൽ ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയും. നീ ഇപ്പം മഹാലക്ഷ്മിയെ പോലെ വെറുക്കേണ്ട 2 പേരാണുള്ളത്. അത് ആനന്ദവും ലേഖയാ.